മാധ്യമങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു കാലമാണല്ലോ. അവർ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു, ഇന്നസെൻ്റ് ആയിട്ടുള്ളവരെ, നിഷ്കളങ്കരായവരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു. അന്തിചർച്ചകളിൽ അവരുടേതായ ഇൻട്രസ്റ്റുകൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചു വരുത്തുന്നു. കോടതി വിധികൾ പോലും ശരിക്കും വായിക്കാതെ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ സമൂഹത്തിൽ ഒരു ടോട്ടൽ ഒരു അസ്വാരസ്യം അവർ സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒരു നെഗറ്റീവ് കമൻസ് ഇഷ്ടം പോലെ സമൂഹത്തിൽ വളരുന്നുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം ആലോചിക്കണം. ചില സംഭവങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും പല സത്യങ്ങളും അഴിമതി കഥകളും പൂഴ്ത്തിവയ്പ്പിൻ്റെയും കരിഞ്ചന്തയുടെയും എല്ലാ വിവരങ്ങളും അത് സമൂഹത്തിൻ്റെ വളരെ ശക്തമായിട്ടുള്ള കാവലാൾ എന്നുള്ള രീതിയിൽ ഒരു നാലാമിടമായി പ്രവർത്തിക്കുന്ന ഈ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സമൂഹം ഇപ്പോഴും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ നെഗറ്റീവ് ശക്തികളെ ഒരുപാട് വളരാൻ അനുവദിക്കാതെ സമൂഹത്തിനെ മുന്നോട്ട് നീങ്ങുന്നത് ഇവരുടെ വളരെയധികം കോഷ്യസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ അപ്പോഴും എവിടെയാണ് തെറ്റുകൾ സംഭവിക്കുന്നത്? കാരണം ഒരുപാട് അവരിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടുന്നുണ്ട്. കാരണം ഇതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ഒരു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ബീഫിൻ്റെ ഇഷ്യൂ ആദ്യം വന്നത് ബീഫ് നിരോധനം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അത് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ശ്രദ്ധക്കുറവ്. പിന്നെ കോടതി തന്നെ അതിൽ ഇടപെടേണ്ടി വന്നു. കോടതി തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തു. എന്താണെങ്കിലും കോടതി ഒരു സ്റ്റേറ്റ്മെൻറ്റും പറഞ്ഞു, അത് ജനം മനസ്സിലാക്കും, ജനത്തിന് ഇത്തരത്തിലുള്ള പരിഭ്രമമില്ല എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തു. അപ്പോൾ ഒരു റിപ്പോർട്ടിങ്ങിലുണ്ടായ ഒരു ശ്രദ്ധക്കുറവാണ് സമൂഹത്തിനെ വല്ലാത്ത രീതിയിലേക്ക് ബാധിക്കുന്നത്. രണ്ടാമത്തെ ഇഷ്യൂ പറയുകയാണെങ്കിൽ ആ മതപരിവർത്തനത്തിൻ്റെ അഖില ആസിയ ഹാദിയ എന്നൊക്കെ പറഞ്ഞ ആ കേസിലെ മതപരിവർത്തനത്തിൻ്റെ അതും ഇതേപോലെ മതം ശരിക്കും പറഞ്ഞാലും മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പണ്ട് പറഞ്ഞെങ്കിലും ഇപ്പോഴാണ് അത് വളരെയധികം പ്രാവർത്തികമാക്കുന്നത്. അപ്പോൾ ഈ കറുപ്പ് രാവിലെ തന്നെ നമ്മൾ ഈ പ്രിൻ്റ് മീഡിയയിലും അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയിലും ഒക്കെ തേച്ച് വെച്ച് അവനവനെ തന്നെ കരിവാരി തേക്കേണ്ട വല്ല കാര്യമുണ്ടോ? മതത്തിനെ ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യണം എന്ന് ഈ പറയുന്ന ചാനലുകളുടെയോ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളുടെയോ പുറകിലിരിക്കുന്നവർക്ക് നന്നായിട്ടറിയാം. വളരെ കുറച്ച് പേര് മാത്രമേ കറപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുള്ളൂ, അല്ലെങ്കിൽ ബാഡ് കോയിൻസും പറയാൻ വളരെ കുറച്ച് പേരേ ഇതിലേ ഉള്ളൂ. ബാക്കി എല്ലാവരുടെയും ശരിക്കും പറഞ്ഞാൽ നല്ല ബുദ്ധിയുള്ളവരും അവർ കാര്യകാരണ സഹിതം എല്ലാം എഴുതി പ്രസൻറ്റ് ചെയ്യാൻ കഴിവുള്ളവരുമാണ് അവിടെ ഇരിക്കുന്നത്. ചെറിയൊരു അശ്രദ്ധയാണ് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സ്വാരസ്യങ്ങൾ പരക്കാൻ കാരണമാവുന്നത്. അതുപോലെ തന്നെ ഒരു ഇഷ്യൂ ആണ് സ്വാമി ഗംഗേശാനന്ദയുടെ, അതായത് ലിംഗച്ഛേദം നടത്തപ്പെട്ട ആ സ്വാമിയുടെ. അതിൻ്റെ ആദ്യത്തെ റിപ്പോർട്ട് വന്നതും ഇപ്പോൾ ആ റിപ്പോർട്ടുകൾ വരുന്നതും തമ്മിൽ ശരിക്കും ഘടകവിരുദ്ധമാണ്. ആദ്യം റിപ്പോർട്ട് ചെയ്തത് പോലെയല്ല, പെൺകുട്ടിക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ട് എന്നുള്ള രീതിയിൽ വരെയായി റിപ്പോർട്ടിങ്. ഓഫ് കോഴ്സ് എഗ്രി ചെയ്യുന്നു. കാരണം ഇത് പലതരത്തിലുള്ള പല വെളിപ്പെടുത്തലുകൾ ആദ്യ സ്റ്റേജിൽ വരാത്ത പല വെളിപ്പെടുത്തലുകൾ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചേഞ്ച് വന്നത്. പക്ഷെ പുറകിലിരിക്കുന്നവർ ഇതെല്ലാം കണ്ടുകൊണ്ട് വേണം ആദ്യത്തെ റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു ശക്തി അല്ലെങ്കിൽ ആദ്യത്തെ റിപ്പോർട്ടിങ്ങിൻ്റെ നേച്ചർ അങ്ങനെയായിരിക്കണം. ഒരാളെ മാത്രം കുറ്റപ്പെടുത്തി മറ്റൊരാളെ കുറ്റവിമുക്തരാക്കി റിപ്പോർട്ട് ചെയ്യുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്വഭാവം മാറുകയും ചെയ്യുമ്പോൾ ഇതേപോലെ പിന്നെയും വരും, ഇതേപോലെയുള്ള ആരോപണങ്ങൾ വരും. കാരണം അപ്പോൾ അത് പെയ്ഡ് ന്യൂസായി എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വരും. അപ്പോൾ ഈ അവനവനെ തന്നെ കരിവാരിത്തേക്കുന്ന തരത്തിലുള്ള ചില ശ്രദ്ധക്കുറവുകൾ, ആ ശ്രദ്ധക്കുറവുകൾ കാരണം ഇത് ജനാധിപത്യത്തിൻ്റെ നാലാമിടം, ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ മഹത്തായ ഒരു പദവിയിൽ ഇരിക്കുന്നവരാണ് ഇവർ. അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് മാധ്യമ പ്രവർത്തനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ ശ്രദ്ധക്കുറവുകൾ സമൂഹത്തിൽ വല്ലാത്ത ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പാർഷ്യലായിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ്. അത് സ്വന്തം ഇൻട്രസ്റ്റ് അതിനകത്ത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് അതിനകത്ത് വരാതെ, കൊമേഴ്സ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട് ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ കൊമേഴ്സ്യൽ ഇൻട്രസ്റ്റ് കൊണ്ട് സമൂഹത്തിനെ ആകെ പുറകോട്ടടിക്കുന്ന രീതിയിൽ ആവരുത് എന്ന് മാത്രം. അപ്പോൾ നല്ലൊരു മാധ്യമ പ്രവർത്തനം ഇനിയും കാഴ്ചവെക്കണം. കാരണം ഇപ്പോൾ വ്യൂവർഷിപ്പും അല്ലെങ്കിൽ റീഡർഷിപ്പും കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് കോമ്പറ്റീഷൻ ഉണ്ട്, അതെല്ലാം സമ്മതിക്കുന്നു. പക്ഷേ ആ കുറഞ്ഞു വരുന്നതിലും എന്നാലും ഈ പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. ആ സംസ്കാരത്തെ പതുക്കെ വിസ്മൃതിയിലേക്ക് ആണ്ടുപോകാതെ നോക്കേണ്ട ഡ്യൂട്ടി അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും തന്നെയുണ്ട്. അപ്പോൾ അതുപോലെ അത്രയ്ക്ക് ഒരു സത്യം വിളിച്ചു പറയുക എന്നുള്ള ആ ഒരു ഡ്യൂട്ടി അവർ ചെയ്യും എന്നൊരു സാധാരണക്കാരി എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നു.